VM സാദിഖലിയാണ്. ജൂൺ 22 വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ ആണ്. 2024 തീം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മഴക്കാടുകളെ സംരക്ഷണത്തിൽ ലോകത്തെ തന്നെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ ഒരു ഭാഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കേരളത്തിലുള്ള കാടുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, നമുക്കുള്ള കുടിവെള്ളം കിട്ടുന്നത്, നമുക്കുള്ള ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്നത്. നമ്മുടെ ജീവൻ്റെ സംരക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ കാടുകളൊക്കെയാണ്. ലോകത്തിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ജീവജാലങ്ങളും മരങ്ങളും പ്ലാന്റുകളും പുല്ലുകളും പുൽച്ചാടികളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. ഈ മഴക്കാടുകളുടെ സംരക്ഷണത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഇതിനൊക്കെ അർത്ഥം കർഷകരെ മാറ്റി പാർപ്പിക്കുക, മാറ്റി നിർത്തുക എന്നുള്ളതല്ല കേട്ടോ. വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊന്നുമല്ല. ഞാനൊരു കർഷകനൊക്കെയാണ്, അതുകൊണ്ടും കൂടിയാണ് പറയുന്നത്. ഈ മഴക്കാടുകളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് വെള്ളവും വെള്ളത്തിൻ്റെ സ്രോതസ്സൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സുസ്ഥിരമായിട്ടുള്ള വികസനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. ഈ മണ്ണിനെ സംരക്ഷിപ്പിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം വിളവുകൾ കിട്ടും. GDP-യിൽ തന്നെ വലിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ഇത് സഹായിക്കും കേട്ടോ.